എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ചേന നടാറായി. നമ്മുടെ മഴയൊക്കെ നന്നായിട്ട് തകർത്ത് പെയ്തു. അപ്പോൾ ചേന ചേമ്പ് വെക്ക് നടാറായില്ലതേ. എൻ്റെ വിത്ത് ചേനയാണിത്, മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. മുളയൊന്നും പോവാണ്ട് സൂക്ഷിച്ച് മുറിക്കണ്ടേ. ചേന എന്നെ പറ്റിച്ചു കേട്ടോ. ഇത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചേനയായതുകൊണ്ട് ഞാനവർക്ക് ചുറ്റും നല്ല മുള കാണുമെന്ന്. പക്ഷെ 3 മുളയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒന്ന് ചെത്തിയെടുക്കാൻ ഞാൻ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ. മുള പോവാണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചു. വലിയ ചേനയാണെങ്കിലേ അല്പം ബുദ്ധിമുട്ട്. മുള കുറവാണ്, 3 മുള ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള ചേനച്ചത്തായിട്ടേ കറി വെക്കാൻ എടുക്കാം. ഒത്തിരി വലിയ പീസായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ, 3 കുഴിക്കുള്ളതുണ്ട്. നടട്ടെ. 3 കുഴി ചേനയ്ക്കുള്ള തടമൊന്നെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഇങ്ങോട്ടൊക്കെ നല്ല മഴ കിട്ടിയിട്ടോ. നല്ല 3 മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഈ ചേനയ്ക്ക് ഒത്തിരി വലിയ കുഴിയൊന്നും ആവശ്യമില്ല കേട്ടോ. കാരണം അത് ഒത്തിരി അടിയിലേക്ക് പോണ സാധനമല്ല. നമ്മൾ കപ്പയ്ക്ക് കൂമ്പൽ കൂട്ടും കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലും ഉണ്ടാവുന്നതാണ്. ഒത്തിരി ആഴമൊന്നും വേണ്ട. കൂമ്പൽ കൂട്ടുമ്പോൾ ഇത്തിരി വലിപ്പത്തിൽ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അങ്ങ് കുറച്ച് ചാണകപ്പൊടി അങ്ങ് ഇട്ടിട്ട് വെച്ചാൽ അതിലേക്ക് അങ്ങ് നേരെ ഇറങ്ങിക്കോളും പെട്ടെന്ന്. അപ്പം ചേന നട്ടു. ഇനി ഇതൊന്ന് നേരെ ഇരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് മണ്ണിട്ട് നേരെ വെച്ചു. നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചേ കരിയിലിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മണ്ണിട്ടങ്ങ് മൂടാം. അപ്പം നമുക്ക് ഈ മീനത്തിലുള്ള വെയിൽ കിടക്കണമുള്ളൂ, ചൂട്. അപ്പം അതിൽ നിന്നൊക്കെ ഉണങ്ങിപ്പോകാണ്ടേ, അതിന് വേണ്ടിയിട്ടാ കരിയിലൊക്കെ ഇട്ടേനെ. ആ ചാണകപ്പൊടിയും കരിയിലയൊക്കെ ചേനയുടെ മുകളിലിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വേരിറങ്ങി മുളയെ പെട്ടെന്ന് പൊങ്ങിക്കയറാൻ നല്ലതാട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യമുള്ള ഒരു വലുപ്പത്തിൽ കൂമ്പലും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കൂമ്പൽ ചെറുതായതുകൊണ്ട് ചേന ചെറുതായി വരണ്ടല്ലോ, നല്ല വലുതായിക്കോട്ടെ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചപ്പിട്ട് കൊടുക്കാം. ഇനിയുള്ള വെയിൽ തിളങ്ങിയാൻ കിടക്കണമുള്ളൂ. നമ്മുടെ മീനച്ചൂടെന്നൊക്കെ പറയില്ലേ, മീനച്ചിലെ ചൂടൊക്കെ കിടക്കണമുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ചേന നട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള നടട്ടെ.